Hi, I'm Bijoy Nair, former officer, Food Corporation of India. Current Affairs in the new video. First news. EC invites parties for talks to strengthen poll process. You all know there are some complaints against the Election Commission of India regarding the electoral rolls, then ID card issue, etc. About even EVM machines, some parties are casting some apprehensions about the working of EVM. അത് പക്ഷേ ഒരു അടിസ്ഥാനമില്ലാത്തതാണ്, അത് അൺഫൗണ്ടഡ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്, യാതൊരു സംശയമില്ല. ബട്ട് സം അതർ കൺസേൺസ് ആർ ദേർ, ദോസ് കൺസേൺസ് ആർ ജെനുവിൻ കൺസേൺസ്. സോ those concerns should be addressed by the Election Commission of India. For that, Election Commission of India invited all the parties for a consultation with them regarding all these issues. അതാണ് ഒരു ന്യൂസ് ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ CEC ജ്ഞാനേഷ് കുമാർ ആണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചാണ് CEC. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക, ബാക്കി ഒന്നും പറയാനില്ല. Ukraine agrees to a 30-day ceasefire with Russia during talks with senior US officials. It is a very, very, very encouraging news because for the last 3 years, Russia and Ukraine are engaged in a very bitter war, and Ukraine is actually substantially losing their territories to Russia, and Ukraine's biggest supporter was United States of America and other European nations. After the regime change in USA, Donald Trump administration decided to stop all the military aids and information sharing, intelligence sharing to Ukraine. അത് യുക്രൈന്റെ യുദ്ധം ചെയ്യാനുള്ള എബിലിറ്റിയെ ബാധിക്കുമെന്ന് വളോഡിമിർ സെലൻസ്കി യുക്രൈന്റെ പ്രസിഡന്റ് മനസ്സിലായി. സോ യെസ്റ്റർഡേ there was discussion between Ukraine and American officials in Saudi Arabia. In that they decided to go for a 30 days truce, 30 days ceasefire with Russia. പക്ഷെ അതിന് റഷ്യ റെസ്പോണ്ട് കൂടെ ചെയ്യണം. റഷ്യ ഇനിയിപ്പം ട്രംപ് എങ്ങനെയെങ്കിലും പറഞ്ഞ അനുനയിപ്പിക്കുമായിരിക്കും. അപ്പൊ എന്തായാലും US Secretary of State also attended this meeting. US Secretary of State is Marco Rubio. US Secretary of State. Secretary of State means ഇന്ത്യയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ ജയശങ്കറിന്റെ സെയിം പൊസിഷൻ ആണ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനുള്ളത്. അപ്പൊ US Secretary of State is Marco Rubio. അപ്പോൾ സംതിങ് പോസിറ്റീവ് വിൽ ഹാപ്പൻ ഇൻ റഷ്യ യുക്രൈൻ വാർ ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അതാണ് നമുക്ക് ഇത് പറയാനുള്ളത്. ഇതെന്ന ഈ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ അകത്ത് പേജിൽ വലുതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പേജിൽ പറയാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ്. ഇത് വളരെ 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 കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. ഡൽഹി മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ ഇൻ ദ വേൾഡ് റിപ്പോർട്ട്. There is an organization called IQAir. IQAir is a Switzerland-based organization. They are actually preparing the ranking of countries based on the air pollution, and based on that ranking, India is currently the 5th most polluted country in the world. 5th most polluted country in the world. Previously, we were in the 3rd position, so we made some improvement in the quality of air in India. But still, India is having the world's most polluted city. India is having the world's polluted capital city. And out of the first most polluted cities in the world, 6 are from India. മനസ്സിലായോ? മൊത്തം ആദ്യത്തെ 10 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് എടുത്താൽ 6ഉം ഇന്ത്യന്നാണ്. സോ ദീസ് ആർ മേക്കിംഗ് വെരി മച്ച് എന്താണ് കൺസേൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് us, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊവൈഡിങ് എസ് റൈറ്റ് ടു ലൈഫ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, റൈറ്റ് ടു ലൈഫ് എന്ന ആർട്ടിക്കിൾ 21. അപ്പൊ സ്വാഭാവികമായിട്ട് ക്ലീൻ എയർ എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്. എന്നാലും നമുക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ടാവുള്ളൂ. ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ, ഷെൽട്ടർ, എവറിത്തിങ് നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു റൈറ്റ് ടു ലൈഫ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് ക്ലീൻ എയർ ഉണ്ടാകും നമ്മളുടെ സറൗണ്ടിങ്സിൽ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ വേൾഡിലെ മോസ്റ്റ് 10 പൊല്യൂട്ടഡ് സിറ്റീസിൽ 6 ഇന്ത്യയിലാണ്. ആദ്യത്തെ 10 പൊല്യൂട്ടഡ് സിറ്റീസിൽ. അതിൽ തന്നെ വേൾഡിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയാണ്. അതുപോലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയ സിറ്റി വേൾഡിൽ ഇന്ത്യയിലെ ബൈർനിഹത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ബൈർനിഹത്ത് അത് ആസാമിലാണ്. ആസാം മേഘാലയ ബോർഡറിലാണ് ബൈർനിഹത്ത്. അതൊക്കെ ഇതിവിടെ പറയുന്നുണ്ട്. അപ്പൊ 13 ഓഫ് ദ വേൾഡ്സ് 20 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ആർ ഇൻ ഇന്ത്യ. ആദ്യത്തെ 20 പൊല്യൂട്ടഡ് സിറ്റീസ് എടുത്താൽ അതിൽ 13 ഇന്ത്യയിലാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ IQAirന്റെ റിപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ ഈ പേജിൽ വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ Center begins talks with cookies or groups. Highways remain blocked in Manipur. That also we discussed yesterday.
there was a deadline set by India's Home Minister Amit Shah for free movement in Manipur. That deadline was March 8. After that, state administration made elaborate arrangement for the free movement of people all around Manipur. But the hilly place is actually inhabited by the Kuki-Sok community. Manipur is having valley region and hill region. In the hill region, Kuki-Sok community is mainly inhabited. So they are not ready to allow the free movement of mighty people to through their territories. അപ്പം അതിന് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ they want a separate administration, they want a separate union territory covering those hilly areas of Manipur. But government of India is not ready to provide such kind of administration അല്ലെങ്കിൽ administrative facilities to the hilly people. അവിടുത്തെ ഹില്ലി ഏരിയയിലുള്ള ആൾക്കാർക്ക് അതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റ് റെഡി അല്ല. പക്ഷെ ഗവൺമെന്റ് ഈസ് റെഡി ടു ടോക്ക് വിത്ത് ദം ടു സോർട്ട് ഔട്ട് ദ ഇഷ്യൂ. അപ്പൊ അജയ് കുമാർ ബെല്ലയുടെ പേരൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് മണിപ്പൂർ ഭരിക്കുന്നത്. ബിക്കോസ് മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ് റൂൾ. ആർട്ടിക്കിൾ 356 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഇൻ മണിപ്പൂർ. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് എമർജൻസി. സോ ഫോർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഈസ് അജയ് കുമാർ ബെല്ല ഈസ് റൂളിംഗ് മണിപ്പൂർ. അപ്പൊ അദ്ദേഹമാണ് മെയിൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത്. അപ്പൊ അത് കാണാം. പിന്നെ BJD ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മീറ്റ് കോൾ ബൈ CM ഓൺ ഡീലിമിറ്റേഷൻ. BJD എന്ന് പറഞ്ഞ ഒഡീഷ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. BJP ആയിട്ട് നല്ല അനുഭാവം പുലർത്തിയ പാർട്ടിയാണ്. പക്ഷെ BJD ഇപ്പോ ഒപ്പോസിഷനായി. ഒഡീഷ ഇപ്പൊ ഭരിക്കുന്ന BJP ആയപ്പോ BJPയുടെ എഗെയിൻസ്റ്റ് ആയപ്പം BJD. അതുകൊണ്ട് ഈ ഡീലിമിറ്റേഷൻ വിഷയത്തിലൊക്കെ തമിഴ്നാടിനൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ BJDയും കാണും. തമിഴ്നാട് CM MK സ്റ്റാലിൻ ആണല്ലോ ഡീലിമിറ്റേഷൻ വിഷയത്തിൽ ഇന്ത്യയിലെ മെയിൻ ആയിട്ട് ഒപ്പോസിഷൻ പാർട്ടീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡീലിമിറ്റേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അത് ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദിസ് മാൻ ഈസ് ദ ചീഫ് ഓഫ് BJD, ബിജു ജനതാദൾ, ആൻഡ് ഹിസ് നെയിം ഈസ് നവീൻ പട്നായിക്. ഹീസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഇദ്ദേഹമാണ്. ഫസ്റ്റ് പവൻ കുമാർ ചാംബ്ലിംഗ് എന്ന് പറയുന്ന സിക്കിമിന്റെ പഴയ ചീഫ് മിനിസ്റ്റർ ആണ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം, ഹു ഇസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പവൻ കുമാർ ചാംബ്ലിംഗ്. പവൻ കുമാർ ചാംബ്ലിംഗ്. ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം ഫോർ അറൌണ്ട് 25 years. അപ്പൊ ഈ നവീൻ പട്നായിക് അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹമാണ്. അത് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ താഴോട്ട് വരുമ്പോ ഇല്ല, ഇവിടെ താഴോട്ട് ഇനി വേറെ ന്യൂസുകളൊന്നും നമുക്ക് പറയാനുള്ളതൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ആ പേജ് നമുക്ക് വേണ്ട. അവിടെ ഫുൾ സ്റ്റേറ്റ് ലെവൽ റീജിയണൽ ന്യൂസുകളാണ്. ഇനി എഡിറ്റോറിയൽ പോകുമ്പോ ഫസ്റ്റ് എഡിറ്റോറിയൽ ഓപ്പണിംഗ് മൂവ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ BJP ആണ് നമ്മളുടെ റൂളിംഗ് പാർട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ റീജിയണൽ പാർട്ടീസും മറ്റ് അതർ നാഷണൽ പാർട്ടീസ് എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു അലയൻസ് ആണ് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആൻഡ് they made some substantial gains in the last Lok Sabha election. Only because of their advancements in various states of India, BJP was stopped from getting majority of their own in the last Lok Sabha election. BJP is now dependent on their alliance partners for running this country. In 2014 and 2019, Narendra Modi won absolute majority in the Lok Sabha. But in the last election, because of the major inroads this India bloc made in various states, like Uttar Pradesh is one of the important catchment areas of BJP. There BJP faced some reverses, mainly because of this India bloc alliance. They stopped BJP juggernaut in Uttar Pradesh, like bigger states. Appo adu BJP ku valiya thirichadiyayi. Pakshe after that what happened? ഇലക്ഷനിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നു അലയൻസ് പാർട്ട്നേഴ്സിന്റെ സഹായത്തോടുകൂടി. അതോടുകൂടി ഇന്ത്യ ബ്ലോക്ക് ഡിസിന്റഗ്രേറ്റഡ് ആവുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് തോറ്റു അല്ലേ. ഇപ്പൊ CPM പോലുള്ള പാർട്ടികൾ ഇപ്പൊ കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അവിടെ എല്ലാം അവർ കോൺഗ്രസുമായിട്ട് റൈവൽസ് ആണ്. പിന്നെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി, ഷീ ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് റെഡി ടു ബി ഇൻ അലയൻസ് വിത്ത് കോൺഗ്രസ് ഓർ CPM.
ഇൻ വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻസ്. അപ്പൊ അടുത്ത വർഷമാണ് വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ നടക്കാൻ പോണത്. അപ്പൊ അങ്ങനെ ഒരു ഡിസിന്റഗ്രേറ്റഡ് ആയി പോവുകയാണ്. ഈവൻ പാർലമെന്റിന്റെ അകത്ത് പക്ഷേ ഒരു കോർഡിനേറ്റഡ് സ്ട്രാറ്റജിയിലൊക്കെ പലപ്പോഴും BJP അറ്റാക്ക് ചെയ്യാൻ അവർ ഒരുമിച്ച് നിൽക്കാറുണ്ടെന്നുള്ള സത്യം. ഇപ്പൊ ഡീലിമിറ്റേഷൻ ഇഷ്യൂലാണെങ്കിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട 3 ലാംഗ്വേജ് വിഷയത്തിലൊക്കെ ആണെങ്കിലൊക്കെ അവർ ഒരു ഫ്ലോർ സ്ട്രാറ്റജി പാർലമെന്റ് അകത്തൊക്കെ ഒരു പക്ഷേ അവർ ഐക്യമായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇവർ തങ്ങളിൽ ഇപ്പൊ വീണ്ടും അടിയായി. അപ്പോൾ ഓൾറെഡി പ്രകാശ് കാരാട്ട് CPIM ജനറൽ സെക്രട്ടറി ഓപ്പൺലി സ്റ്റേറ്റഡ് day before yesterday, this India bloc is an arrangement for fighting the Lok Sabha election alone. In the state level election, there is no India bloc. That was his statement day before yesterday. അപ്പോ അത് BJPക്ക് സഹായമാവുന്നുണ്ട്. അവര് ഈ ലോക്സഭ ഇലക്ഷനിൽ റിവേഴ്സസ് ഉണ്ടായെങ്കിലും ആഫ്റ്റർ ദാറ്റ് ദേ വൺ മഹാരാഷ്ട്ര ഇലക്ഷൻ, ദേ വൺ ഹരിയാന ഇലക്ഷൻ, ദേ വൺ ഡൽഹി ഇലക്ഷൻ. ബീഹാറിൽ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പം അതിനെയൊക്കെ കുറിച്ചാണ് ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ, ന്യൂ ഓപ്പർച്യൂണിറ്റി, ദാറ്റ് ഈസ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻ. ന്യൂ ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി കാനഡ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ. His name is Mark Carney. Mark Carney, new Prime Minister of Canada. The challenges he is going to face, that is the first paragraph of the editorial. Second paragraph of the editorial, how this Mark Carney administration is going to reset the relationship between India and Canada. So this editorial has 2 aspects. The first paragraph is actually mainly dealing with the Mark Carney's challenges. And the second paragraph is dealing with the India-Canada relationship. Okay. Mark Carneyയുടെ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് അറിയാം, ജസ്റ്റിൻ ട്രൂഡോ was an incapable prime minister. He made many foolish mistakes. And his popularity was very, 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 very എന്താ പറഞ്ഞ, he was an unpopular prime minister. അങ്ങനെ പറഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ. ഹി വാസ് എൻ അൺപോപ്പുലർ പ്രൈം മിനിസ്റ്റർ. വേൾഡിലെ ടോപ്പ് ഒരു 20 ലീഡേഴ്സിനെ എടുത്ത് നോക്കിയാൽ ആ കൂട്ടത്തിൽ ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. കാനഡയിൽ തന്നെ ഹിസ് അപ്രൂവൽ റേറ്റിംഗ് വാസ് വെരി, വെരി, വെരി ലെസ്. സോ ഇഫ് ആൻ ഇലക്ഷൻ ഹാപ്പൻസ് ടുഡേ, ദ ഓപ്പോസിഷൻ വിൽ easily win the majority in the Canadian parliament. അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ ഡൊണാൾഡ് ട്രംപ് US അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്തത് കാനഡയാണ്. അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാനഡ ഷുഡ് ബിക്കം ദ 51st സ്റ്റേറ്റ് ഓഫ് USA എന്ന്. കറന്റ്ലി USA has only 50 states and Canada is having all qualities to become the 51st state of USA എന്ന് അദ്ദേഹം ഓപ്പൺലി പറഞ്ഞു. എന്നിട്ട് he targeted Canada with tariffs. അങ്ങനെ കാനഡയും ഇവർ തങ്ങളുടെ പ്രശ്നമായി. അപ്പോ ഈ പറഞ്ഞ ഈ കാനഡ ഭരിക്കുന്ന ലിബറൽ പാർട്ടി strongly resisted the moves of Donald Trump administration. And this Mark Carney is a vocal critic of Donald Trump. These all things made this Liberal Party somewhat popular again in Canadian electorate. അപ്പൊ അതുകൊണ്ട് ഈ മാർക്ക് കാർണിക്ക് ഇപ്പൊ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ വരെ ഉണ്ട് അവരുടെ ഗവൺമെന്റ് കാലാവധി. പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന് സമയം കുറച്ചുള്ളൂ. ഒക്ടോബർ ആവാൻ 5-6 മാസം കൂടെ അല്ലേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ അദ്ദേഹം ഒരു സ്നാപ്പ് ഇലക്ഷൻ പ്രഖ്യാപിച്ച, സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഇലക്ഷൻ. കാര്യം എന്താണ്, ഇപ്പൊ ഒരു പോപ്പുലാരിറ്റി ഈ പറഞ്ഞ ട്രംപിനോട് അടിച്ചു നിന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം അതൊക്കെയാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം മോശമാക്കി. അത് മോശമാക്കിയത് കാനഡയാണ്, നമ്മളല്ല. They openly leveled allegation against Indian Home Minister, Indian National Security Advisor, India's High Commissioner to Canada, and top-level diplomats, etc. Without any evidence, Canadian Prime Minister Justin Trudeau pointed fingers against all these officials and Home Minister of India, Amit Shah. And he expelled Indian High Commissioner to Canada from there. India retaliated. ഇന്ത്യയും അതുപോലെ ചെയ്തു. അപ്പൊ റിലേഷൻഷിപ്പ് ഭയങ്കര മോശമായി. പക്ഷേ ഈ പറഞ്ഞ മാർക്ക് കാർണി എന്ന് പറഞ്ഞ പുതിയ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം ഇവിടെ ഇലക്ഷൻ നടന്നപ്പോ മാർക്ക് കാർണി തോറ്റുപോയി അവിടുത്തെ ഒപ്പോസിഷൻ ലീഡർ പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങേരാണ് അവിടെ അധികാരത്തിൽ വരുന്നെങ്കിൽ അങ്ങേരും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. കാര്യം അമേരിക്കയായിട്ടുള്ള ബന്ധം മോശമാണ്. അപ്പൊ ഇന്ത്യയായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ആവണം. കാരണം വേൾഡിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്സ് ആണ് ഇന്ത്യ.
അപ്പൊ ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് കാനഡയിലേക്ക് പോകുന്നുണ്ട്. അത് തന്നെ അവർക്ക് ഒരു വലിയ ഇൻകം ജനറേറ്റിംഗ് ബിസിനസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യയായിട്ടുള്ള ബന്ധം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് കാർണി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതേ പ്രാധാന്യം കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും അതൊക്കെ ഒരു ഇതാണ്. ഓക്കെ, അപ്പം ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ അവിടെ ഒട്ടാവയിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പോകണമെന്ന് ഓൾറെഡി ഒരു ന്യൂസ് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിഡ് കൺഫേം ദാറ്റ് ന്യൂസ്. ഒട്ടാവയാണ് കാനഡയുടെ ക്യാപിറ്റൽ. ഇന്ത്യക്ക് ഇപ്പോൾ അവിടെ ഹൈ കമ്മീഷണറിൽ ഓൾറെഡി ജസ്റ്റിൻ ട്രൂഡോ പുറത്താക്കിയൊക്കെയല്ലേ, തിരിച്ച് ഇന്ത്യയും അവരുടെയും പുറത്താക്കി. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ കമ്മീഷണേഴ്സ് ഇല്ല. ഹൈ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംബാസഡർ തന്നെയാണ്. കോമൺവെൽത്ത് നേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന റെപ്രസെന്റേറ്റീവ്സിനാണ് ഹൈ കമ്മീഷണേഴ്സ് പറയുന്നത്. ഇന്ത്യ ആൻഡ് കാനഡ ബോത്ത് ആർ കോമൺവെൽത്ത് മെമ്പേഴ്സ്. കോമൺവെൽത്ത് ഓർഗനൈസേഷൻ ഇല്ലേ, അതിലെ മെമ്പർ കൺട്രീസ് ആണ്. If two countries are members of Commonwealth organization, their representative to ഈ രണ്ട് കൺട്രീസും അതിനാണ് ഹൈ കമ്മീഷണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി കോമൺവെൽത്ത് മെമ്പേഴ്സ് അല്ലാത്തവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംബാസഡർ എന്ന് പറയാം. അത്രയുള്ള വ്യത്യാസം. അത്ര എനിക്ക് എന്തെങ്കിലും എളുപ്പ വ്യത്യാസം, അതാണ് മെയിൻ വ്യത്യാസം. ഓക്കെ, പിന്നെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ മോർ സയൻസ് ഓഫ് ഇത് രണ്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽസ്. പിന്നെ മറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. കൈലാഷ് സത്യാർത്ഥി, you all know who is Kailash Satyarthi. He is a Nobel laureate from India. He won Nobel Prize for Peace with Malala of Pakistan. That you all know. Kailash Satyarthi is an activist for the protection of child rights. അദ്ദേഹത്തിന് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ത്രൂ ദാറ്റ് ഓർഗനൈസേഷൻ he saved the childhood of lakhs of children. That made him one of the most prominent global figures, activists of the world, for his contribution to the field of child empowerment അല്ലെങ്കിൽ എന്താ പറയുക ചൈൽഡ്ഹുഡ് പ്രൊട്ടക്ഷൻ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അപ്പൊ അതേ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ കമ്പാഷന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. ഇത് നമ്മളിതിൽ അങ്ങനെ വലുതായിട്ട് എന്താ പറയുന്ന ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂലോ ഒന്നും ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് വായിക്കണമല്ലോ. വായിച്ചാൽ നമ്മളൊരു കോംപ്രിഹെൻഷൻ സ്കില്ലായി കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വായിക്കാൻ പറ്റിയ ആർട്ടിക്കിൾ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും. കമ്പാഷനേറ്റ് ആയിരിക്കണം ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഡോക്ടേഴ്സ് മാത്രമല്ല, നഴ്സുമാരും എല്ലാം. സിമ്പത്തറ്റിക്കോ എംപതറ്റിക്കോ അല്ല വേണ്ടത്, കമ്പാഷനേറ്റ് ആവണം എന്നാണ് പറഞ്ഞത്. ഈ സിമ്പത്തറ്റിക്കിനും എംപതറ്റിക്കിനും കമ്പാഷനേറ്റിനും ഡിഫറെന്റ് മീനിങ്സ് ആവുള്ളത്. അതെന്താണെന്ന് അദ്ദേഹം ഓരോ വാക്കിന്റെയും മീനിങ് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് കമ്പാഷനേറ്റ് ആണെങ്കിൽ ഈ പേഷ്യൻസിന് പെട്ടെന്ന് റിലീഫ് കിട്ടുമെന്ന് സ്റ്റഡീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെയും വേറെ ചില ഇതുപോലുള്ള ഗ്ലോബലി റെനൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ സ്റ്റഡീസിനെ കുറിച്ച് തന്നെ അതിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഹോസ്പിറ്റൽ വാസം കുറയും, നമ്മളുടെ അസുഖം പെട്ടെന്ന് കുറയും. പ്രൈമറി ഹെൽത്ത് കെയറിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് എപ്പോഴും കമ്പാഷനേറ്റ് ആയിരിക്കണം. അപ്പം അത് WHO ഈ ഇടയ്ക്കുള്ള ഒരു റെക്കമെൻഡേഷനിൽ അത് പറയുന്നുണ്ട്. WHO ഡയറക്ടറിന്റെ റെക്കമെൻഡേഷനെ കുറിച്ചൊക്കെ ഇത് പറയാം. WHO ഡയറക്ടർ ടെഡ്രോസ് അദനം ഗബ്രിയേസസ് ആണ്. ടെഡ്രോസ് അദനം ഗബ്രിയേസസ്. ഹീസ് ദ ഡയറക്ടർ ഓഫ് WHO. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ കുറിച്ച് കൈലാഷ് സത്യാർത്ഥി എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. ഫസ്റ്റ് ആർട്ടിക്കിൾ സിമ്പിൾ ആർട്ടിക്കിൾ, വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. രണ്ടാമത്തെ ആർട്ടിക്കിൾ മോർ സയൻസ് ഓഫ് ഓവർഹോളിംഗ് ദ കംപ്ലൈന്റ്സ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. ഇത് സംഭവം എക്സാക്ട്ലി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ഇത് വേൾഡ് ബാങ്ക് ഉണ്ടാക്കുന്ന റാങ്കിങ് ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ 61st ആണെന്നാണ് എന്റെ ഓർമ്മ. അത് അത്ര മോശം റാങ്കൊന്നുമല്ല, എന്നാലും അത്രയും പോരാ. വേൾഡിലെ ടോപ്പ് 25 ഇന്ത്യയും വരണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. അപ്പൊ അതില് ഇന്ത്യയുടെ പൊസിഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് ഈ ബിസിനസ് മാൻമാരെ പേടിപ്പിക്കുന്ന നിയമങ്ങളുണ്ട്. വിവാദ് സേ വിശ്വാസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. വിവാദ് സേ വിശ്വാസ് അല്ല, ദ ജൻ വിശ്വാസ്. വിവാദ് സേ വിശ്വാസ് എന്നൊരു സംഭവം ഉണ്ട്. ദ ജൻ വിശ്വാസ് അമെൻമെന്റ് പ്രൊവിഷൻസ് ആക്ട് 2023 എന്നൊരു സംഭവം ഉണ്ട്. ദ ജൻ വിശ്വാസ് അമെൻമെന്റ് ഓഫ് പ്രൊവിഷൻസ് ആക്ട് 2023. ഈ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ഓണ്ടർപ്രണേഴ്സിന്റെ മുകളിലൊക്കെ ബേർഡൻ ഉണ്ടാക്കുന്ന കുറെ ക്ലോസസ്, ഏതാണ്ട് 180 പ്രൊവിഷൻസ് ഈ ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകാരെ ജീവിതം കുറച്ചുകൂടെ സുഖകരമാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംഭവമാണ് ജൻ വിശ്വാസ് അമെൻമെന്റ്
ഓഫ് പ്രൊവിഷൻസ് ആക്ട് 2023 എന്ന് പറയുന്നത്. അതായത് ജയിലിന്റെ അകത്ത് പോവും ചില കാര്യങ്ങൾ ചെയ്താൽ എന്ന് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ നിയമങ്ങളുണ്ട്. അപ്പം ആ ഇംപ്രിസൺമെന്റ് മാറ്റി സാധാരണ ഒരു അതിനെ ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരോ സംഭവങ്ങൾ. അപ്പൊ ഇത് ഏതാണ്ട് 180 ക്ലോസസ് ഈ ഇടയ്ക്ക് ഡീക്രിമിനലൈസ് ചെയ്ത് അതിനുവേണ്ടി ആണ് ജൻവിശ്വാസ് അമെന്റ്മെന്റ് ഓഫ് പ്രൊവിഷൻസ് ആക്ട് 2023 ഉണ്ടത്. അതുപോലെ അതിനുശേഷം അതിനു മുമ്പ് അങ്ങോട്ട് ഇതുപോലെ സംഭവങ്ങൾ കൊണ്ടുവന്ന് കുറെ ഇതുപോലുള്ള നിയമങ്ങളെയൊക്കെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിസിനസ് കുറച്ചുകൂടെ എന്താ പറയുക, ബിസിനസ്സുകാരെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് ശ്വാസം വിടാന്നുള്ള അവസ്ഥയായി. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ GST ഒഫീഷ്യൽസ്, ഇൻകം ടാക്സ് ഒഫീഷ്യൽസ്, കസ്റ്റം ഒഫീഷ്യൽസ്, ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഇതിലൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ ബിസിനസ്സുകാരെ പിഴിയാനും വേണമെങ്കിൽ അവരെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കാനൊക്കെ ഉള്ള പ്രൊവിഷൻസും ടോർച്ചർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇപ്പോഴും ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാത്തിന്റെ കയ്യിലുണ്ട്. GST, ഇൻകം ടാക്സ്, കസ്റ്റംസ്, ലേബർ പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ കയ്യിൽ. മലയാളത്തിൽ മിഥുനം എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മോഹൻലാലിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി മോഹൻലാൽ അതി കഷ്ടപ്പെടുന്നു. അവസാനം മോഹൻലാല് ഈ ഒഫീഷ്യൽസിനെ എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകും. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയാണ്. ഇന്നിപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഏതാണ്ട് ഈ ഡീക്രിമിനലൈസ് ചെയ്ത 180 പ്രൊവിഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ ജൻ വിശ്വാസ് അമെന്റ്മെന്റ് ഓഫ് പ്രൊവിഷൻസ് ആക്ട് 2023. പക്ഷേ 20,000-ഓളം പ്രൊവിഷൻസ് അത്തരത്തിലുള്ളത് ഉണ്ടെന്നാ, അങ്ങനെ എന്തോ ഇതിൽ പറയുന്നുണ്ട്. 20,000 10,000 കണ്ട്. അപ്പം അല്ല 20,000 ഇവിടെ എഴുതുന്നു. 20,000-ഓളം പ്രൊവിഷൻസ് ഉണ്ട്. അതിലൊരു 180 പ്രൊവിഷൻസ് മാത്രമേ ഇപ്പോൾ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇന്ത്യയുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ ബാധിക്കും. അതുപോലെ അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ ഉള്ള ഇന്ത്യയുടെ ഒരു ട്രസ്റ്റിനെ അത് ബാധിക്കും. കാര്യം അമേരിക്ക ഓൾറെഡി വേൾഡിലെ മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻ ആണ്, വേൾഡിലെ ബിഗ്ഗസ്റ്റ് എക്കോണമിയാണ്. എന്നിട്ട് പോലും ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എലോൺ മസ്ക് എന്ന് പറയുന്ന വേൾഡിലെ റിച്ചസ്റ്റ് മാന് ഡോജ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി അവിടെ ഇരുത്തിയേക്കാണ്. ഡോജ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. അതുവഴി കൂടുതൽ US അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്കോണമിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ട് മാറുമ്പോൾ അവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകൂ. ഇതുപോലെ ഇത്രയും അനാവശ്യമായിട്ടുള്ള ഈ പ്രൊവിഷൻസും വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുമോ? അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആവണം, ബിസിനസ് ഫ്രണ്ട്ലി ആവണം എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? ബ്രൈബ് ഈ പ്രൊവിഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയിലെ പല ഈ ഞാൻ പറഞ്ഞ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ പലരും ബ്രൈബ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രൈബിന് കളവൊരുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്. ഓക്കെ, ഇനി നമുക്ക് അല്ലാത്ത ന്യൂസുകളിലേക്ക് പോവാം. അല്ലാത്ത ന്യൂസുകളിലേക്ക് പോകുമ്പോൾ 283 Indians trapped in illegal jobs rescued brought back. അതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് പറയാനുള്ള ന്യൂസുകളൊന്നും ഇല്ല. NTPC. What is the speciality of NTPC in India? NTPC is National Thermal Power Corporation. National Thermal Power Corporation is the biggest power production company in India. National Thermal Power Corporation, NTPC, is the biggest power production company in India, and also it is a Maharatna company. What is Maharatna company? The government of India's public sector units which are having maximum turnover and maximum profit, they are classified as Maharatna companies. Under Maharatna companies there are Navaratna companies, and under Navaratna companies there are 3 categories of public sector companies in India: Maharatna companies, Navaratna companies, and Mini Ratna companies. Maharatna companies are having maximum turnover and maximum profit, and after that Navaratna companies. ഇതെല്ലാം പ്രോഫിറ്റിന്റെ ടേൺ ഓവറിന്റെ ബേസിലാണ് ഈ കമ്പനീസ് ഈ ഒരു സ്റ്റാറ്റസ് നേടുന്ന മഹാരത്ന എന്നുള്ള സ്റ്റാറ്റസ്. ഓക്കെ, സോ NTPC is a Maharatna company. NTPC is the biggest power production company of India. അത് പബ്ലിക് സെക്ടർ എടുത്താലും പ്രൈവറ്റ് സെക്ടർ എടുത്താലും. ന്യൂ ഇമിഗ്രേഷൻ ബിൽ seeks to tighten existing regulations. ഇത് ഭാവിയിൽ ഒരുപാട് ഡിസ്കഷൻസ് ഹിന്ദുവിൽ വരാൻ സാധ്യതയുള്ള ഒരു ബില്ലാണ് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ഫോറിനേഴ്സിന്റെ ഇന്ത്യയിലേക്കുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ ഓൾറെഡി ഇന്ത്യയിൽ നിയമങ്ങളുണ്ട്. അത് കൂടുതൽ സ്ട്രിഞ്ചന്റ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലേക്ക് മോദി ഗവൺമെന്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫോറിനേഴ്സ്, പ്രത്യേകിച്ച് NGO-യിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞൊക്കെ ഇന്നലെ കോൺഗ്രസ് അതിനെ ഒപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
Immigration and Foreigners Bill 2025. I can assure you that in the coming days, Hindu newspaper will feature some articles discussing about the pros and cons of this Immigration and Foreigners Bill 2025. Okay. ആർട്ടിക്കിൾ 14 ഒക്കെ വയലേഷനിലുണ്ടെന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത്. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഫോറിനേഴ്സിനും ആ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അതിലേക്ക് ചില കാര്യങ്ങളൊക്കെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ എന്തായാലും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ടല്ലോ. അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ അത് പരിശോധിച്ചിട്ട് ആന്റി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്യാമല്ലോ. അങ്ങനെയുണ്ട്. ജുഡീഷ്യൽ റിവ്യൂവും ജുഡീഷ്യൽ ആക്ടിവിസ്റ്റും ഒക്കെ ഉള്ള രാജ്യമാണല്ലോ ഇന്ത്യ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ this is a very important news. Already I discussed about it in yesterday's newspaper. India's Prime Minister Narendra Modi is visiting Mauritius. Mauritius is a country which is having around 70% of Indian origin people. Its president, its prime minister, everyone belongs to India. Alla Indian origin ആൾക്കാരാണ്. ഇപ്പം മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ നവീൻ ചന്ദ്ര റംഗൂലം. ആരാണ്? നവീൻ ചന്ദ്ര റംഗൂലം. ഞാൻ ഇന്നലെ അതിന് പേര് എഴുതിയിട്ടായിരുന്നു, നവീൻ ചന്ദ്ര റംഗൂലം. ആൻഡ് മൗറീഷ്യസ് പ്രസിഡന്റ് ഈസ് ധരംബീർ ഗോകുൽ. ഈ പേരെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇന്ത്യക്കാരാണ്. ധരംബീർ, ഇന്ത്യക്കാർ മീൻസ് പണ്ടത്തെ ഇന്ത്യക്കാർ. ധരംബീർ ഗോകുൽ. അപ്പൊ മൗറീഷ്യസ് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. കാര്യം ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ദർ വാസ് ഓൺ ആർട്ടിക്കിൾ, ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ റിട്ടൺ ബൈ ശ്യാം ചരൺ, ഫോർമർ അംബാസിഡർ ടു മൗറീഷ്യസ്, ഫോർമർ ഫോറിൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് മൗറീഷ്യസ് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന വീഡിയോയിൽ ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നു. ഞാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഇതിൽ എനിക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മൗറീഷ്യസിന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ, the Grand Commander of the Order of the Star and the Key of the Indian Ocean. Grand Commander of the Order of the Star and Key of the Indian Ocean. That is the biggest civilian honor of Mauritius. That has been awarded to Narendra Modi. Prime Minister Narendra Modi will be bestowed with the topmost honor of Mauritius, the Grand Commander of the Order of the Star and Key of the Indian Ocean. And he is the first Indian Prime Minister to get this award, get this honor. And this is his 21st international honor. Many countries awarded their highest civilian honor on Indian Prime Minister Narendra Modi. റഷ്യ കൊടുത്തിട്ടുണ്ട്, ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്, പാലസ്റ്റീൻ കൊടുത്തിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്, മാൽദീവ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ UAE കൊടുത്തിട്ടുണ്ട്. എനിക്ക് സൗദിയുടെ എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. എനിക്ക് സൗദിയുടെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. UAEയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ, നൈജീരിയയുടെ റീസെന്റ് കിട്ടി. അങ്ങനെ 21 രാജ്യങ്ങൾ അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോ മൗറീഷ്യസിന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ പേര് ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ. അത് അദ്ദേഹത്തിന് കിട്ടും. ഇന്ന് അദ്ദേഹത്തിന് കൊടുക്കും. അതുപോലെ മൗറീഷ്യസിന്റെ നാഷണൽ ഡേ ആണെന്ന്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതിൽ ചീഫ് ഗസ്റ്റും നരേന്ദ്രമോദിയാണ്. അതിലൊക്കെ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ പോയത്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹി മേഡ് സം സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ലോക്സഭ യെസ്റ്റർഡേ. ലോക്സഭ ഈസ് conducting its business as normal now. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, budget session is going on. Second phase of the budget session started yesterday, day before yesterday. അപ്പൊ അതില് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഡീലിമിറ്റേഷൻ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ അതൊക്കെയാണ് മെയിൻലി ഇന്നലെ ഓപ്പോസിഷൻ അവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ. ex-CJI cites loophole in bill on simultaneous polls. Bill on simultaneous polls, അതാണ് ഇന്ത്യയുടെ 129th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ എന്ന് പറഞ്ഞു. 129th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ. ഇന്ത്യയുടെ 129th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലാണ്. എന്തോന്ന്, അതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല്. അതിനിപ്പോ ഒരു JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബിൽ. ആ JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ലീഡ് ചെയ്യുന്ന PP ചൗധരിയാണ്. PP ചൗധരി is the head of the JPC joint parliamentary committee which is reviewing 129th constitutional amendment bill of India. അതെന്താണെന്ന് വെച്ചാൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലാണ്. ഇന്ത്യയിൽ ഒരുമിച്ച് ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നടത്താനുള്ള. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്. അതെന്താണെന്ന് വെച്ചാല്
top intelligence chiefs will meet in India this weekend. This weekend means I think on 16th of this month, India will host intelligence chiefs of around 20 nations. All these 20 nations are the very important nations, world's strongest nations are the 20 nations. ഓസ്ട്രേലിയയും കാനഡയും USA ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇന്ത്യ ഫ്രണ്ട്ലി അല്ലാത്ത കൺട്രീസ് വരുന്നില്ല, ചൈന ഒന്നുമില്ല. അവരെല്ലാത്തിന്റെയും ഇന്റലിജൻസ് ചീഫുകൾ, ഇപ്പൊ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഉൾപ്പെടെ അദ്ദേഹമാണ് ലീഡ് ചെയ്യുന്ന മീറ്റിംഗ്. NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യയിലാണ് അജിത് ഡോവൽ. അപ്പം അമേരിക്കയുടെ പിന്നെ അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ ആണ്, അതുകൊണ്ട് പേരൊക്കെ തന്നെ മനസ്സിലാവും. തുളസി ഗബാഡ് ഈസ് ദ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് USA. അവർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. കാനഡ, ഇന്ത്യയായിട്ട് ഇപ്പൊ കുഴപ്പങ്ങളുള്ള ഒരു രാജ്യമാണ്, ഇന്ത്യയായിട്ട് പ്രശ്നങ്ങളുള്ള, പക്ഷെ അവരുടെ ഇന്റലിജൻസിന്റെ ചീഫ് അല്ലെങ്കിൽ അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ വരുന്നുണ്ട്, ജപ്പാന്റെ വരുന്നുണ്ട്, ഫ്രാൻസിന്റെ വരുന്നുണ്ട്, ഇവരെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ച് 16-ാം തീയതിയാണ് ഈ ഇന്റലിജൻസ് ചീഫുകളുടെ മീറ്റിംഗ് നടക്കുന്നത് ഡൽഹിയിൽ വെച്ച്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഈസ് ആക്ച്വലി ചെയറിംഗ് ദിസ് മീറ്റിംഗ്. അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ആശാ വർക്കേഴ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് എൻഹാൻസ്ഡ് പേ. ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ദിസ് അബ്രിവിയേഷൻ ആശ സ്റ്റാൻഡ്സ് ഫോർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ആണ് അവർ. അവർക്ക് കിട്ടുന്ന സാലറി എഡ്യൂക്കേറ്റ് അല്ല. ദേ ആർ ആക്ച്വലി ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ഫോർ ഇന്ത്യൻ പോപ്പുലേഷൻ, അവർ ഹെൽത്ത്. നമ്മളുടെ പാൻഡമിക് പീരീഡിലൊക്കെ നമുക്കറിയാം, കോവിഡ് ടൈമിലൊക്കെ ദേ ഡിഡ് എ കമൻഡബിൾ വർക്ക്, ബട്ട് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റലി കോമ്പൻസേറ്റഡ്. ദാറ്റ്സ് എ പ്രോബ്ലം. നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ സമരം നടത്തുന്നതൊക്കെ നമുക്കറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ took note of that issue, and India's health minister JP Dadda, because he is the responsible minister, because these people are health workers. So India's health minister JP Dadda took note of that problem, and he promised in the Lok Sabha yesterday that these ASHA workers are going to get enhanced salary. അപ്പോൾ അതുകൊണ്ട് മാത്രമായില്ല, ആശയുടെ സാലറി കൊടുക്കുന്ന കേന്ദ്രം മാത്രമല്ല, സംസ്ഥാനങ്ങളും ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എൻഹാൻസ് ചെയ്യണം. പിന്നെ മണിപ്പൂരിന്റെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ. മണിപ്പൂരിന്റെ ബഡ്ജറ്റിന് ഇപ്പൊ മണിപ്പൂരിന് അവതരിപ്പിക്കാൻ പറ്റില്ല, ബിക്കോസ് മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ്സ് റൂൾ. സോ മണിപ്പൂർ കനോട്ട് present budget in the legislative assembly. So there is no legislative assembly now. It is in suspended animation. That's why government of India is doing all these things for Manipur. Government of India's finance ministry. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മണിപ്പൂരിന്റെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ. നെക്സ്റ്റ് ബിസിനസ് പേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കുന്ന സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഭാരതി എയർടെൽ വഴിയാണ്. ഭാരതി എയർടെൽ ആണ് ഇന്ത്യയിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭാരതി എയർടെൽ ഈസ് അനദർ പ്ലെയർ ഹു ഈസ് പ്രൊവൈഡിംഗ് ഇന്റർനെറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇൻ ഇന്ത്യ. But now they are in agreement with Starlink, Elon Musk Starlink, to provide Starlink satellite internet services in India. അപ്പോൾ അവരായിരിക്കും ഇന്ത്യയിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ പോണം, ഭാരതി ഗ്രൂപ്പ്, എയർടെലിന്റെ ഭാരതി ഗ്രൂപ്പ്. പിന്നെ ഇന്ത്യ എമർജസ് ആസ് ടോപ്പ് സോഴ്സ് ഓഫ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദുബായ്. ദുബായിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന സ്ഥലം. അത് അവിടേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നത് ഇന്ത്യയാണ്. ഇന്ത്യ കഴിഞ്ഞേ ഉള്ള US ഒക്കെ. അതിനെക്കുറിച്ചൊരു ന്യൂസും വന്നിട്ടുണ്ട്. അപ്പൊ ദുബായ് is the place which is attracting maximum foreign direct investment in the world. But to that Dubai, India is investing maximum amount. Actually, ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് USA ആണ്. നെക്സ്റ്റ് പേജ് വേൾഡ് പേജിൽ എക്സ് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഹെൽഡ് ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഇത് ആക്ച്വലി ഞാൻ ആപ്റ്റിറ്റ്യൂഡിൽ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച്. റോഡ്രിഗോ ഡ്യൂട്ടർട്ടി പഴയ പ്രസിഡന്റ് ആണ് അവിടുത്തെ. ഈ പേരൊന്നും പഠിക്കണ്ട, കാര്യം ഹീസ് ആക്ച്വലി നൗ holding any position, not holding any positions in the Philippines now. But Rodrigo Duterte was very strict against the drug mafia in Philippines. ഡ്രഗ് മാഫിയക്കെതിരെ അവരെ ഒരുപാട് പേരെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ അങ്ങനെ കൊല്ലാൻ ഉള്ള അവകാശമില്ലല്ലോ. പക്ഷെ അവകാശമില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് നശിപ്പിക്കുന്നവരെ ക്രിമിനൽസ്, ഡ്രഗ് മാഫിയക്ക് എന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും അത് ഇപ്പൊ ICC അതിനെ
എതിരെ കേസെടുത്തു. ICC മീൻസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടിയുടെ അന്നത്തെ ആക്ഷൻസ്, അന്നത്തെ കൊലപാതകത്തിനെതിരെ കേസെടുത്തു അങ്ങനെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. പുള്ളി എന്നിട്ട് വാർ ക്രിമിനൽ ആയിട്ടല്ല, ഇത് വാറല്ലല്ലോ, ഇങ്ങനെയുള്ള എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഒക്കെ നടത്തിയ പേരിൽ കേസെടുത്തു, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ അറസ്റ്റ് ചെയ്തു പുള്ളിയെ. മാർക്കോസ് ജൂനിയർ ആണ് ഇപ്പോഴത്തെ ഫിലിപ്പൈൻസ് പ്രസിഡന്റ്. മാർക്കോസ് ജൂനിയർ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസ് ഇരിക്കുകയായിരുന്നു. കാര്യം പുള്ളിയുടെ പൊളിറ്റിക്കൽ റൈവലാണ് ഈ പറഞ്ഞ റോഡ്രിഗോ ഡ്യൂട്ടർട്ടി. അങ്ങനെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ EU ചീഫിന്റെ ഫോട്ടോ കാണാം. യൂറോപ്യൻ യൂണിയന്റെ ചീഫ് എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്മീഷന്റെ ചീഫാണ്. അത് ഞാൻ ഇന്നലെയൊക്കെ പേര് എഴുതിയിട്ടതാണ്, ഉർസുല വോണ്ടർ ലെയൻ. പിന്നെ ഗ്രീൻലാൻഡില് ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഗ്രീൻലാൻഡ് ഈസ് ഇൻ ന്യൂസ് റീസെന്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കാസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് decided actually wants to take over Greenland. Greenland is a self-ruled place, but that is under Denmark. ഡെൻമാർക്കിന്റെ അണ്ടറിലാണ്, പക്ഷെ ഒരു സെൽഫ് റൂൾഡ് പ്രദേശമാണ്. ഇൻഡിപെൻഡന്റ് അല്ല, സെൽഫ് റൂൾഡ് ആണ്. പക്ഷെ ഇതിനെ കൂടെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. അവിടെ ഇലക്ഷൻ നടക്കാൻ പോകണം. അതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇത് ന്യൂസിൽ വന്ന ഗ്രീൻലാൻഡ്. പിന്നെ അവിടെ എന്താണ്, സ്പോർട്സിലൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല. സ്പോർട്സിൽ ഇന്ത്യ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തേക്കുന്നതൊക്കെ അറിയാം. പിന്നെ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ബാഡ്മിന്റണിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ടൈറ്റിൽ വിൻ ചെയ്ത 2 പേരേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന്. ഒന്ന് പ്രകാശ് പാദുക്കോൺ, രണ്ടാമത് ഗോപി ചന്ദ്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ടെന്നീസില് വിംബിൾഡൺ ഇക്വലന്റ് ആയിട്ടുള്ള ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഓൾ ഇംഗ്ലണ്ട്. അത് വിൻ ചെയ്തിട്ടുള്ള 2 ഇന്ത്യക്കാർ മാത്രം. എനിക്കൊന്ന് PV സിന്ധു ഒരിക്കൽ ഫൈനലിൽ വന്നിട്ടുണ്ട്, പക്ഷെ തോറ്റുപോയി. ഫീമെയിൽ ആരും വിൻ ചെയ്തിട്ടില്ല. പിന്നെ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് ഇന്ത്യയിൽ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നാളെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. എനിക്ക് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ഒരു സ്റ്റുഡിയോ പോലുള്ള സെറ്റപ്പ് ഉണ്ട്, അതിലേക്ക് വരാൻ പോലും പറ്റത്തില്ല. നാളെ കംപ്ലീറ്റ് ട്രിവാൻഡ്രത്തെ സ്ഥലങ്ങളെല്ലാം പൊങ്കാലക്കാരെ കൊണ്ട് ഓക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മറ്റന്നാളായിരിക്കും. താങ്ക് യു.